ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. നല്ല ഹെൽത്തി, നല്ല പ്രോട്ടീൻ റിച്ചും ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഹെൽത്തി ആയിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഹെൽത്തി ഡ്രിങ്കിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു 2 സ്പൂണ്, വലിയ സ്പൂണാണേ, റാഗി പൗഡർ ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന പോലെ 2 സ്പൂണാണ് കേട്ടോ. ഈ ഒരു അളവാണ് ഞാൻ കാണിക്കണം. ഇതിലേക്കൊരു റാഗിക്ക് കുറച്ച് വേവുണ്ട്, അപ്പം അതിനനുസരിച്ചിട്ടൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട വരാതെ ആദ്യം തന്നെ ഉടച്ചിട്ട് നന്നായിട്ട് ഈ വെള്ളത്തിൽ കലക്കി. കുട്ടികൾക്കൊക്കെ കുറുക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ നന്നായി ഇതൊന്ന് വിട്ട് വരുന്ന ഒരു പരുവാവണം. അപ്പോഴാണ് അത് വെന്തൂന്ന് ഉള്ളതാവും. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. ചായക്ക് പകരമൊക്കെ ഇതൊരു നല്ലൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഡിന്നർ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് പ്രമേഹ രോഗികൾ, ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് നല്ലൊരു ഐറ്റമാണ്. കുറുകി വരാൻ തുടങ്ങി കണ്ടോ. 2 സ്പൂണായിട്ടുള്ളൂ വെച്ചാലും നല്ലൊരു പോർഷൻ ഉണ്ട്. ഇത് ഒന്ന് ആറാൻ വെക്കണം. ഇതിന് ശേഷം വേണം ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാൻ. ഹീമോഗ്ലോബിൻ കമ്മിയുള്ള ആൾക്കാർക്കും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പറ്റിയൊരു ഡ്രിങ്ക് തന്നെ പറയാം. കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവും. അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പരിവ്. വേണ്ട, ഇതൊന്ന് വിട്ട് വരുന്ന കണ്ട നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അത് വളർന്നിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, ഒന്ന് ആറാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റാഗി കുറുക്കി വെച്ചത് ആറിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ മിക്സിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ആറിയതിന് ശേഷം മാത്രം ഇടുക കേട്ടോ. നല്ലൊരു റിച്ചായിട്ടുള്ളൊരു ഐറ്റമാണ്. വയറ് നന്നായി നിറയും ചെയ്യും. എന്നാൽ നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻസും മിനറൽസും വിറ്റമിൻസും എല്ലാം കിട്ടും ചെയ്യും. ഒക്കെ വെയിറ്റ് ലോസിനും പിന്നെ പല അസുഖങ്ങളായിട്ട് അത് കഴിക്കാനും ഇത് കഴിക്കാനൊക്കെ പറ്റാത്ത ആൾക്കാരല്ലേ മാക്സിമം. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ഫുഡാണ്. എന്നാൽ വിശപ്പ് മാറും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ പറ്റിയ രീതിയിലായ കാരണം ഞാൻ ഇതിൽ പഴം ചേർക്കണില്ല കേട്ടോ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറുപഴമോ നേന്ത്രപ്പഴമോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിൽ കുറച്ച് മധുരം വേണമല്ലോ, അപ്പോൾ പഞ്ചസാരയും ഇതൊന്നും അല്ല ഇടണം. കുറച്ച് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഒരു 4 ഈത്തപ്പഴം അതിട്ടു. പിന്നെ ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരിയാണത്. അതും ഒരു 5-6 ആദ്യം തന്നെ ഈ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം നമുക്ക് അരഞ്ഞ് കിട്ടുമല്ലോ അതിൻ്റെ കൂടെ. അപ്പോൾ ഈ വെള്ളം കളയണില്ല കേട്ടോ. ഈ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്, ചൂടുവെള്ളം കുതിർത്താൻ വെച്ചത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ ക്യാരറ്റ് നുറുക്കിയത് ഒന്ന് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സ്, ഇതിൽ ഞാൻ ബദാം, പിന്നെ വാൾനട്ട്, പിന്നെ ഒരു 4 കാഷ്യൂനട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഈ കാഷ്യൂനട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള, അതായത് കൊളസ്ട്രോളോ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ബദാമും വാൾനട്ടും മാത്രം ഇട്ടാൽ മതി. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, പഴം വേണ്ടവർക്ക് ഇടാം. വേറെ വല്ല നല്ല ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അതിൽ ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചിട്ട്. ഇപ്പോൾ എന്താ പറയുക, ചിക്കു, സപ്പോട്ട അങ്ങനത്തെ ഒക്കെ ഇതിൽ ഇടാം. ഇപ്പം ഞാൻ ഫ്രൂട്ട്സ് വേറെ ഒന്നും ഇടണില്ല. അപ്പോൾ ഇതൊന്ന് അടിച്ചു വരാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രമേ ഒഴിക്കുള്ളൂ. ആദ്യം അരഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ ബാക്കി പാൽ ഒഴിക്കുള്ളൂ, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല എല്ലാം കൂടി. അത് പാലും തണുത്ത പാൽ തന്നെ എടുക്കണം കേട്ടോ. തണുത്ത പാൽ തന്നെ വേണം, ചുടുക്കനെ ഒഴിക്കരുത്. ഇതൊന്ന് അടിച്ചു വരുന്നുണ്ട്. ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ പാല് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പാല് അവോയ്ഡ് ചെയ്തിട്ട് വെള്ളം തന്നെ ചേർക്കാം. പിന്നെ മധുരം കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ട് തേനിടാം. എന്ത് വേണമെച്ചാൽ അവരവരുടെ ഓപ്ഷൻസിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ
ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു കുടിക്കണ രീതിയിലുള്ള ടൈപ്പാണ്, വല്ലാതെ കട്ടിക്കും ആവരുത്. ഇതിൽ കുറച്ച് ഞാൻ നട്ട്സ്, ബദാം, കാഷ്യൂനട്ട്, പിന്നെ വാൾനട്ട് ഇതൊക്കെ ഇടുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇടാം കേട്ടോ. ഞാനൊരു ചന്തത്തിന് വേണ്ടിയിട്ട് ടേസ്റ്റും ഉണ്ടാവും. ചെറി വെക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യൂ, എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.